താമരശ്ശേരിയിലെ 15 വയസ്സുകാരൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും ഇന്ന് SSLC പരീക്ഷ എഴുതും. പ്രതികളെ പരീക്ഷ എഴുതുവാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധം. KSU, MSF തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രതിക്ക് വേണ്ടിയുള്ള ഈ പാറാവ് നിൽക്കുന്നത് ഒന്നാമത് വേണ്ടി പണിയെടുക്കല്ലോ. കച്ചറുണ്ടാക്കലേ സാറേ ഞാൻ പറഞ്ഞ കാര്യം പറയുന്നത് വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ അവിടെ എത്തിക്കുന്നത്. ഈ സംഘർഷം മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഇന്നലെ അവരുടെ പരീക്ഷാ കേന്ദ്രം മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എങ്കിലും ഇപ്പോൾ 9:30 ആകുമ്പോഴേക്കും സംഘർഷം കൂടാനുള്ള ഒരു സാധ്യതയിലേക്ക് കാണുന്നുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? പരീക്ഷാ കേന്ദ്രം മാറ്റിയതുകൊണ്ട് മാത്രം പ്രതിഷേധത്തിനൊരു കുറവും ഉണ്ടാകില്ല എന്നുള്ളതാണ് KSUവിൻ്റെ പ്രതിഷേധം വ്യക്തമാക്കുന്നത്. അല്പം മുൻപാണ് KSU പ്രവർത്തകർ ഇവിടെ വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് മുൻപിൽ എത്തി പ്രതിഷേധിച്ചത്. KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സൂരജ് അടക്കമുള്ള 8ഓളം KSU പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇവിടെ നമുക്കിപ്പോൾ കാണാം ACP A ഉമേഷിൻ്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്പം മുൻപ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക്, പ്രതികളായ 5 വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിക്കും. ഇതിന് തൊട്ടടുത്തുള്ള പരീക്ഷാ കേന്ദ്രത്തിലായിരിക്കും എത്തിക്കുക. NGO കോട്ട സ്കൂളായിരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. ഇവിടെ പോലീസിന്റെ വാനുകൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹവുമെല്ലാം തന്നെ ഇവിടെ വെള്ളിമാട് മുന്നിലെ ജുവനൈൽ ഹോമിൽ ഒരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിൽ ഈ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അല്പസമയത്തിനകം എത്തിക്കുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു സംഭവത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിൽ നമ്മൾ കണ്ടതാണ് കുട്ടികൾ കൊലവിളി നടത്തുന്ന ഒരു കാര്യം. ഈ വധത്തിന് ശേഷവും കൊലവിളിയുമായി ഇവർ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാര്യം ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെയൊക്കെ കണ്ടതാണ്. അനിതര സാധാരണമായൊരു സംഭവമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. എങ്കിൽ കൂടിയും ഇവരെ ജുവനൈൽ ഹോമിൽ പാർപ്പിക്കുമ്പോൾ പോലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇവർക്ക് SSLC പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകണമെന്ന് നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത ഒരു പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഇവിടേക്ക് MSF പ്രവർത്തകരും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ പരീക്ഷ എഴുതാനായി ഈ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ തടയുമെന്ന് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ കൊലയാളികളായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിനെതിരെ ഉയരുന്നത്. റിയാസ്, അതേസമയം തന്നെ ഈ ഒരു സംഭവത്തിൽ തെളിവുകൾ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ തെളിവുകളാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇതിലെ പ്രധാന പ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെളിവ് കൂടി ലഭിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ നിന്നാണ് ഈ ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അന്വേഷണം ഏത് വഴിക്കാണ് ഇത് പോവുക? അത് പറയുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ നമുക്ക് കാണാം ഒരു വാൻ അകത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വാനിലായിരിക്കും ഈ വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ 5 വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവിടെ ജുവനൈൽ ഹോമിൽ കഴിയുന്ന മറ്റ് വിദ്യാർത്ഥികൾ അവർക്ക് കൂടി പരീക്ഷ എഴുതേണ്ടതുണ്ട്. അവരെ കൂടി ഈ വാനിലായിരിക്കും കൊണ്ടുപോകുക. കാരണം എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് പുറത്തേക്ക് ഇറക്കുക എന്ന തന്ത്രമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ 5 പേരെ മാത്രം പ്രത്യേക
പ്രത്യേകം പുറത്തിറക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് നേരെ ഉണ്ടാകുന്ന ജനരോഷം തടയാൻ പോലീസിന് സാധിച്ചു എന്ന് വരില്ല. അതിനേക്കാൾ ഒരു ഗുണപരം എന്ന് പറയുന്നത് ഇവിടെ ജുവനൈൽ ഹോമിൽ കഴിയുന്ന അന്തേവാസികളായ മറ്റു വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ തടഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് പോലീസിനും അറിയാം. ആ ഒരു തന്ത്രമാണ് പോലീസ് ഇപ്പോൾ പയറ്റാൻ ഒരുങ്ങുന്നത്. അതിനാവശ്യമായ വാനുകളും മറ്റുമാണ് ഇപ്പോൾ ജുവനൈൽ ഹോമിനകത്ത് വെള്ളിമാട് കുന്നിലെ ഈ സാമൂഹ്യനീതി സമുച്ചയത്തിനകത്തേക്ക് പോയിരിക്കുന്നത്. ഇവിടെ കനത്ത സുരക്ഷയാണ്. ഇനി നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ മുഖ്യ പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നു. പ്രതികളിൽ ഒരാളുടെ പിതാവ് ഈ ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രതിയാണ്. മറ്റൊരു പ്രതിയുടെ പിതാവ് പോലീസാണെന്നുള്ള സൂചനകളും ഈ ഷഹബാസിൻ്റെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു പ്രതിയുടെ പിതാവ് അധ്യാപകനാണെന്നും ഷഹബാസിൻ്റെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഉന്നത സ്വാധീനമുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രതികളുടെ പിതാവ് എന്നുള്ള ഒരു ആരോപണവുമായി കുടുംബം ഇന്നലെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു പ്രധാന പ്രതിയുടെ പിതാവ് കൊട്ടേഷൻ സംഘാംഗമാണ് എന്നൊരു സൂചനകളും അതുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും പുറത്തു വരുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ടി.കെ. രജീഷിൻ്റെ ഒപ്പമുള്ള ഈ പ്രധാന പ്രതിയുടെ പിതാവിൻ്റെ ചിത്രവുമെല്ലാം തന്നെ നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന ഒരു വലിയൊരു ആശങ്ക ഷഹബാസിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. അത് കൃത്യമായി അന്വേഷണം നടക്കുമോ, അന്വേഷണം നടന്നാൽ തന്നെ അത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ തുടങ്ങിയ ഭയം ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. മറ്റൊരു കാര്യം, ഇത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഇതിനകത്തുള്ള പ്രതികൾ എന്നതിനാൽ തന്നെ അറസ്റ്റ്, റിമാൻഡ് പോലുള്ള മറ്റ് കേസുകളിലെ സാഹചര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിനപ്പുറം ഇവിടെ ഹോം കെയർ രീതിയിൽ ഇവിടെ പാർപ്പിക്കുക, ജുവനൈൽ ഹോമിൽ പാർപ്പിക്കുക എന്നുള്ളതാണ് അവർക്കുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ വിചാരണ കഴിഞ്ഞ് ഇവർ കുറ്റവാളികളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാലുള്ള ശിക്ഷ ആ രീതിയിലായിരിക്കും. സാധാരണ കൊലയാളികൾക്ക് ലഭിക്കുന്ന ശിക്ഷയായിരിക്കില്ല. പ്രായപൂർത്തിയാകാത്ത കൊലക്കേസ് പ്രതികളായതിനാൽ തന്നെ പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് ഇവർക്ക് ലഭിക്കുക എന്നതാണ്. ഇവിടെ നമുക്കിപ്പോൾ കാണാം, വലിയ പോലീസ് ബന്ദോബസ്ത് ഒരുക്കിയിരിക്കുന്നു. MSFകാരുടെ പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.